ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോവുകയാണ്. സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മാസം പോലും ആയില്ല തോന്നുന്നു. അതിനു മുൻപ് അടുത്തൊരു വലിയ ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിക്കുകയാണ്. എങ്ങനെ കാണുന്നു പട്ടത്തെ നിയുക്ത കൗൺസിലറെ? സന്തോഷം, അഭിമാനം. പാർട്ടി വിശ്വസിച്ച് ഒരു ഉത്തരവാദിത്വം തരുമ്പോൾ അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ പ്രവർത്തകരുടെയും കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മത്സരത്തിന് തീർച്ചയായിട്ടും തയ്യാറാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പട്ടം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അതിന് മുന്നേ ഡെപ്യൂട്ടി മേയറുടെ വാർഡായിരുന്നു. ഡെപ്യൂട്ടി മേയർ രാജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് നിയമന അഴിമതികളുടെ പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് ഡെപ്യൂട്ടി മേയർ രാജു. അദ്ദേഹത്തിൻ്റെ മകളാണ് അവിടെ ഇപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു മക്കൾ രാഷ്ട്രീയം നമുക്കറിയാം കുറച്ച് നാളുകൾ കൊണ്ട് ഇവിടെ നടക്കുന്നത്. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ വികസനമാണ്. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ ജനങ്ങൾക്കും അവിടുത്തെ ഓരോ ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത്തരത്തിലൊരാളാകാൻ നമുക്ക് കഴിയുമെന്നുള്ള BJP-യുടെ കഴിഞ്ഞ 10 വർഷത്തെ കൗൺസിലർമാർ ഇത് തെളിയിച്ചു കഴിഞ്ഞാണ്. അപ്പം അവരിലൊരാളായി അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ എനിക്കുള്ളത്. പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്കുണ്ട്. വികസിത ഭാരതം, വികസിത കേരളം, അതുപോലെ വികസിത പട്ടം ഉണ്ടാക്കുവാനായിട്ട് പട്ടത്തിലെ വാർഡിലെ ഓരോ ജനങ്ങൾക്കും ഒപ്പം ശാലിനി ഞാനും ഉണ്ടാകും.